ഞാൻ പറഞ്ഞ LDFിന്റെ കഥ കഴിഞ്ഞല്ലോ. 3 ആഴ്ചയായി ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 18 ദിവസം കഴിഞ്ഞു. അപ്പോൾ LDFിന്റെ കാര്യം വിട്ടേക്കും. LDF ചെയ്തിട്ടുള്ള PMC അടക്കമുള്ള കേന്ദ്ര സർക്കാരിനോട് വിധേയപ്പെട്ടു എന്ന വിമർശനങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാരാണല്ലോ. ഇനി LDFിനെ പറയരുത്. മോദി നെഹ്റുവിനെ പറയുന്ന പോലെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വന്നാൽ PMC റദ്ദാക്കുമെന്നാണ്, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വന്നാൽ KRA റദ്ദാക്കുമെന്നാണ്, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വന്നാൽ ഈ ഗവൺമെന്റ്മാർക്കെതിരെ കേസെടുക്കുമെന്നാണ്. ആദ്യത്തെ 2 ചെയ്തല്ലോ, ഒരു റിസ്ക്കില്ലാത്ത കാര്യമാണ്. KRA ഞങ്ങൾ റദ്ദാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ കിട്ടാത്തതും ഇവിടുത്തെ BJP അടക്കം എതിർക്കുകയും ചെയ്യുന്ന സംഗതിയായിരുന്നു KRA. അത് റദ്ദാക്കി. ഗവൺമെന്റ്മാരുടെ കാര്യത്തിൽ കേസെടുത്തു. PMCയുടെ കാര്യത്തിൽ നിന്നാണ് എടുക്കാത്തത്, നിലപാടെടുക്കാത്തത്. അത് കേന്ദ്ര സർക്കാരുമായി തെറ്റേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരുമായി തെറ്റുന്ന ഒരു പരിപാടിക്കും ഇല്ല എന്ന് ഈ സർക്കാർ തുടക്കത്തിലെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിനും ഇല്ല എന്നവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. കേന്ദ്രം നമുക്ക് തരേണ്ട ഫണ്ട് കൃത്യമായി തരുന്നില്ല എന്ന പ്രശ്നത്തിനകത്ത് അവർക്ക് പോയിന്റ് ഉണ്ടോ? ഇല്ല. ധവളപത്രം പുറത്തിറങ്ങുന്നു. കേരളത്തിലെ ഏറ്റവും വലിയതുള്ള ഫണ്ട് അലോക്കേഷൻ ഇഷ്യൂവിൽ കേരളത്തോടക്കമുള്ള സംസ്ഥാനങ്ങളോട് BJP ഭരണകൂടങ്ങളോട് വിവേചനം കാണിക്കുന്നു എന്ന പ്രശ്നം ഉന്നയിക്കുന്നുണ്ടോ? സീരിയസ് ആയിട്ട് ഉന്നയിക്കുന്നുണ്ടോ? ഇല്ല. അവരിപ്പോഴും അധികാരം ഒഴിഞ്ഞു പോയ CPIM കുറ്റം പറഞ്ഞ് 5 വർഷം ജീവിച്ചു പോകാം എന്ന് വിചാരിക്കുന്ന പോലെ തോന്നുകയാണ്. അപ്പോൾ അതിനകത്ത് എടുക്കേണ്ട കാര്യം ചോദിച്ചാൽ ഞങ്ങൾ PMCയിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നത് ആ മാൻഡേറ്റിന്റെ ഫലമായിട്ടാണ്. ഞങ്ങൾ PMCയിൽ നിന്ന് പിന്നോട്ട് പോകും. അതിന്റെ ഭാഗമായിട്ട് എന്ത് തരത്തിലുള്ള കോൺസിക്വൻസ് ഉണ്ടായാലും ഞങ്ങൾക്ക് അത് വിഷയമല്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ സർക്കാരിന് കഴിയാത്തത് അവർ ആദ്യത്തെ ക്യാബിനറ്റ് കൂടി തീരുമാനിച്ചിരിക്കുകയാണ് നമ്മൾ കേന്ദ്രമായിട്ട് മുട്ടണ്ടെന്ന്. അത് ഈ സർക്കാരിന് മുമ്പും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും CPIM അടക്കമുള്ള CPIM പറഞ്ഞു, ഞങ്ങൾക്ക് ലെഫ്റ്റ് പറഞ്ഞു നമുക്ക് ആവശ്യമുള്ള പൈസ കിട്ടുന്നില്ല, നമ്മുടെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കും, നമ്മുടെ ഗ്രാന്റ് വെട്ടിക്കുറയ്ക്കും, നമ്മുടെ GST നഷ്ടപരിഹാരം തരുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെ ഒരു നിലയ്ക്ക് പിന്തുണയ്ക്കാതിരുന്നു. അത് നിങ്ങളുടെ മിസ്മാനേജ്മെന്റ്, നിങ്ങളുടെ ദൂർത്തും കൊണ്ടാണ് കേരളത്തിന് ഈ പറയുന്ന സാമ്പത്തികമായ പ്രശ്നം ഉണ്ടായത് എന്ന് പറയുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അവർ അധികാരത്തിൽ വന്നതിന് ശേഷവും കേന്ദ്ര സർക്കാരിനെ നിശിതമായി വിമർശിക്കുന്ന ഒരു ലൈൻ സ്വീകരിക്കുന്നില്ല. അങ്ങനെ സ്വീകരിക്കേണ്ടതില്ല എന്ന പൊതു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അത്രേ ഉള്ളൂ അതിനകത്ത് കാര്യം. അല്ലെ PMCയിൽ നിന്ന് മുന്നോട്ട് വന്ന പാട്. PMC ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. PMC ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറുമെന്നും ലെഫ്റ്റിന് വലിയ സെറ്റ് ബാക്ക് ഉണ്ടാക്കുമെന്നും CPI ഒക്കെ തിരിച്ചറിഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ അവർ അതിനകത്ത് കണിശമായ പോയിന്റ് എടുത്തത്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തിയ ഒരു മുന്നണി അധികാരത്തിൽ വന്നിട്ട് പറയാണ്, നേരത്തെ പറഞ്ഞ പോലെ ആഴകുഴമ്പൻ വർത്താനം പറയാണ്. അത് തികഞ്ഞ ജനവഞ്ചനയാണ്, വോട്ട് ചെയ്ത മനുഷ്യന്മാരുള്ള വഞ്ചനയാണ്. അപ്പോൾ UDF സിമ്പിളാണ്, നീട്ടിപ്പരത്തി പറഞ്ഞ കാര്യമില്ല. കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു തർക്ക വിതർക്കത്തിന്, ഒരു സംഘർഷത്തിന് അവർ തയ്യാറല്ല. നോക്കൂ, കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പോലും ഞങ്ങൾക്ക് അർഹമായ വിഹിതം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഡൽഹി പോയി സമരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കറിയാം സംസ്ഥാനങ്ങളോട് കേന്ദ്രം വിവേചനം കാണിക്കുന്നുണ്ട് എന്ന കാര്യം. പക്ഷെ അവർ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. എങ്ങനെയും സൗഹാർദ്ദത്തിന്റെ പാതയിൽ, പരമാവധി മെയ്വഴക്കത്തിന്റെ പാതയിൽ കേന്ദ്ര സർക്കാരുമായി പോകാമെന്ന് ആലോചിക്കാം.